നമസ്കാരം. SSK ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് വീണ്ടും കത്തയച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 2 വർഷമായി കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നില്ല എന്നും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മാസം 1ാം ഗഡു ആരംഭിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള ഫണ്ടാണിത്. BJP നേതാക്കളുടെ സമ്മർദ്ദമാണ് ഫണ്ട് വൈകാൻ കാരണമെന്നാണ് മന്ത്രിയുടെ ആരോപണം. 2 കേന്ദ്ര സഹമന്ത്രിമാരും രാജീവ് ചന്ദ്രശേഖറും മറുപടി പറയണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കേരളത്തിന് ഫണ്ട് ലഭിക്കാതിരിക്കാനാണ് ഇടപെടൽ. കേന്ദ്രത്തിൽ 2 സഹമന്ത്രിമാരും ഇടപെടുന്നുണ്ട്. തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി. SIR-ന് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നതിനെതിരെയും മന്ത്രി രംഗത്തെത്തി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇത് ബാധിക്കും. ഇത്തരം ഉത്തരവാദിത്തം കുട്ടികളെ ഏൽപ്പിക്കരുത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തെ ഇത് തടസ്സപ്പെടുത്തും. പൊതുപരീക്ഷകൾ പടിവാതുക്കൾ എത്തി നിൽക്കുകയാണ്. പരീക്ഷ അടക്കമുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കും. കുട്ടികളുടെ പഠന സമയം സംരക്ഷിക്കണം. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും വി ശിവൻകുട്ടി ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതുമായ പുതിയ ഫോൺ സംഭാഷണം പുറത്തുവന്നതിലും അദ്ദേഹം പ്രതികരിച്ചു. രാഹുൽ വിഷയത്തിൽ KPCC പ്രസിഡന്റ് മറുപടി പറയണം. എല്ലാവരും ഒഴിഞ്ഞു മാറുന്നത് എന്തെന്നറിയില്ല. K. മുരളീധരന് രാഹുൽ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് ബോധ്യമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.